വഴിയോരങ്ങളിലും മറ്റും മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടിയുമായി ആലപ്പുഴ മാന്നാർ പഞ്ചായത്ത്. മാന്നാർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്നതായുള്ള പരാതികൾ വർദ്ധിച്ചതോടെയാണ് നടപടിയെടുക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചത്. പഞ്ചായത്തിലെ ടർഫ് കോർഡിന് സമീപം റോഡിന്റെ ഇരുവശങ്ങളിലും സമീപത്തെ തോട്ടിലും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വൻതോതിൽ നിക്ഷേപിച്ചിരിക്കുന്നതായി കണ്ടെത്തി. പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ കണ്ടെത്താൻ ശക്തമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ പ്രസാദ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് മാലിന്യം വലിച്ചെറിയരുത്, അതിന് പിഴയുണ്ടാകുമെന്നുള്ള ബോർഡ് വെച്ചു. ആ ബോർഡിന്റെ കീഴിലാണ് ഏറ്റവും കൂടുതൽ മാലിന്യം കൊണ്ട് തള്ളിയിരിക്കുന്നത്. വലിച്ചെറിയുന്ന മാലിന്യം ഇരട്ടി ശക്തിയോടുകൂടി മാരകമായ രോഗമായി നമ്മളിലേക്ക് തിരിച്ചു വരുമെന്നുള്ള തിരിച്ചറിവ് നാട്ടിലാകെ ഉണ്ടായി. അതിനോടൊപ്പം ജനങ്ങൾ നിൽക്കുമ്പോൾ മാന്നാറിന്റെ വിവിധ മേഖലകളിൽ ഇത്തരം മാലിന്യ കൂമ്പാരങ്ങൾ നിക്ഷേപിക്കുന്ന ബോധപൂർവമായ പ്രവർത്തനം നടത്തും. ഒട്ടും താമസമില്ലാതെ തന്നെ ഈ മാലിന്യം ഇവിടെ നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തുന്നതിനും അവരെ അതിൽ നിന്ന് തിരുത്തുന്നതിനുമുള്ള നടപടി ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കും. മുഖം നോക്കാതെ ശക്തമായ നടപടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. പല പ്രാവശ്യം ഇതിനെതിരെ ഒരുപാട് ബോധവൽക്കരണവും എല്ലാം ചെയ്തതാണ്. എന്നിട്ടും ജനങ്ങൾ ഇത്രത്തോളം അധപ്പതിക്കുന്ന രീതിയിലേക്ക് ഇങ്ങനെ ഒരു പ്രദേശത്തെ മൂക്ക് പൊത്താതെ ആ സ്ഥലത്തൂടെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലാവരും ഒരു കാര്യം ഓർക്കണം, ഇന്ന് ഹരിതകർമ്മസേനയ്ക്ക് പ്ലാസ്റ്റിക് നമുക്ക് കൊടുക്കാം, ജൈവ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഫെസിലിറ്റികളെല്ലാം ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും മലർന്നു കിടന്ന് തുപ്പുന്ന ഒരവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തരുത്. ഇത് കൊണ്ടുവന്നിടുന്നത് അറിവില്ലായ്മ കൊണ്ടല്ല, അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. വരും ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ പഞ്ചായത്ത് മാലിന്യം ഇടുന്നവരെ പിടികൂടാനും അതേപോലെ തന്നെ നമ്മുടെ കുളങ്ങളും തോടുകളും എല്ലാം വെള്ളം ശുദ്ധമല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പഞ്ചായത്തിന് ശക്തമായ നടപടിയിലേക്ക് പോകുന്ന